വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് നമ്മുടെ യൂണിറ്റ് 10, അതായത് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 10-നെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 10-ലെ കൺക്ലൂഡിങ് സെയിൽസ് അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഡെമോൺസ്ട്രേഷനെ കുറിച്ചിട്ടും സെയിൽസ് പ്രസൻറ്റേഷനെ കുറിച്ചിട്ടുമായിരുന്നു. അപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ അയാളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് പ്രസൻറ്റേഷനും ഡെമോൺസ്ട്രേഷനും കഴിഞ്ഞതിന് ശേഷം അയാൾ ഒരു റൈറ്റ് ടൈമിൽ ആ ഒരു സെയിൽസിനെ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്, അതായത് ആ ക്ലോസിങ് സെയിൽസ് പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ പ്രോസ്പെക്ട്സിന് പാസ് ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്യണം അല്ലേ. ക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ വാങ്ങുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ ആ ഒരു പ്രോസ്പെക്ട്സ് എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എന്താണ് ക്ലോസിംഗ് സെയിൽസ് അഥവാ കൺക്ലൂഡിങ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തൊക്കെ ഈ ക്ലോസിംഗ് സെയിൽസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്യൂസ് ആണ് സെയിൽസ് പേഴ്സൺ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഈ ക്ലോസിംഗ് സെയിൽസിൻ്റെ വിവിധ ടെക്നിക്സുകളെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ക്ലോസിംഗ് സെയിൽസ്, അതായത് കൺക്ലൂഡിംഗ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, an effective close is basically a proof of efficiency of the salesperson അല്ലേ. ഒരു സെയിൽസ് പേഴ്സന്റെ എഫിഷ്യൻസിയെ കണക്കാക്കുന്ന ഒരു പ്രൂഫാണ് എന്ത്, നമ്മുടെ കൺക്ലൂഡിങ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. അതായത് ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ കൺക്ലൂഡ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ക്ലോസിംഗ് സെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോസിംഗ് സെയിൽസ് ആയിരിക്കും അല്ലേ. അതായത് പോസിറ്റീവ് ആവാന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു കസ്റ്റമർ വാങ്ങുന്നു, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് റിജക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സെയിൽസിൻ്റെ കൺക്ലൂഡിങ് അല്ലെങ്കിൽ ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ അതൊരു എന്താണ്, സെയിൽസ് പേഴ്സന്റെ എഫിഷ്യൻസിയെ അല്ലെ, എഫിഷ്യൻസി ഇവിടെ പ്രൂഫായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ സർവീസസിനെ കുറിച്ചിട്ടോ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ് ഇംപ്രഷൻസ് ഈ ഒരു പ്രോസ്പെക്ട്സിന് മുന്നിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോസിറ്റീവായ രീതിയിൽ ആ ഒരു പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സർവീസസിനെ കുറിച്ചിട്ടോ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും ഡെമോൺസ്ട്രേഷൻ നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രോസ്പെക്ട്സിന് മുന്നിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലേക്ക് ആ ഒരു പ്രോസ്പെക്ട്സിനെ നയിക്കുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു സെയിൽസ് പേഴ്സൺ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഇംപ്രഷൻ സൃഷ്ടിക്കണം ആർക്ക് മുന്നിൽ, പ്രോസ്പെക്ട്സിന് മുന്നിൽ. അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ഒരു പോസിറ്റീവ് അപ്രോച്ച്, അതായത് പ്രോസ്പെക്ട്സ് ചോദിക്കുന്ന ഒബ്ജക്ഷൻസിനൊക്കെ നല്ല രീതിയിൽ ആൻസർ നൽകിക്കൊണ്ട് അതേപോലെ തന്നെ ഒരു പ്രോസ്പെക്ട്സിനോട് ഒരു പോസിറ്റീവ് അപ്രോച്ച് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ ഒരു സെയിൽസ് നടക്കും. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഈ ഒരു സെയിൽസ് പേഴ്സണ് ലഭിക്കുന്നു അല്ലേ. അതായത് ഗുഡ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണം, അതേപോലെ തന്നെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ അവിടെ കാഴ്ചവെക്കണം. അതുപോലെ തന്നെ പ്രോസ്പെക്ട്സിന്റെ ഡൗട്ട്സുകളും മറ്റു കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണം, ഒബ്ജക്ഷൻസ് ഒക്കെ സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റമറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെക്ട്സുമായിട്ട് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു സെയിൽസ് എന്താവുന്നത്, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് ആ ഒരു പ്രോസ്പെക്ട്സ് വാങ്ങുന്നത് അല്ലേ. നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിലോ, അതായത് ഈ ഒരു സെയിൽസ് പേഴ്സൺ ഈ ഒരു പ്രോസ്പെക്ട്സിന്റെ മുന്നിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും സെയിൽസ് പേഴ്സണെ കുറിച്ചിട്ടും ഇംപ്രസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ സെയിൽസ് നടക്കുന്നില്ല. അവിടെ സ്പോട്ടിൽ എന്ത് ചെയ്യും, ആ ഒരു പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റിനെ റിജക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതെന്താണ്, ഈ ഒരു സെയിൽസ് പേഴ്സണെ ഒരു ഡീമോട്ടിവേറ്റഡ് ആക്കും അല്ലേ, അല്ലെങ്കിൽ അയാൾ അത് തളർത്തും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെമോൺസ്ട്രേഷനും അതേപോലെ തന്നെ നമ്മുടെ സെയിൽസ് പേഴ്സന്റെ ഇംപ്രഷനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ക്ലോസിംഗ് സെയിൽസിൽ അല്ലേ. ഇപ്പൊ നമ്മുടെ ഈ ക്ലോസിംഗ് സെയിൽസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഈ ഒരു സെയിൽസ് പേഴ്സൺ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളോട്
വളരെ അധികം പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ കാര്യമായിട്ട് നമ്മൾ അതായത് മറ്റു പ്രോസസ്സുകളൊക്കെ സ്മൂത്ത് ആണ് അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ പറയുന്ന കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യുന്ന ഒരു പ്രോസ്പെക്ട്സ് ആണെന്ന് വിചാരിക്കുക അല്ലേ. അതായത് നമ്മൾ പ്രസന്റേഷൻ നടത്തി, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പറഞ്ഞു കൊടുത്തു, അതൊക്കെ അയാൾ എഗ്രി ചെയ്യുന്നു, അതിലൊക്കെ അയാൾ എന്താണ് സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ അയാൾ പ്രതികരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു റിസ്ക് ഇല്ലാത്തൊരു പ്രോസ്പെക്ട്സ് ആണ് അല്ലേ. അതായത് കൂടുതൽ അയാൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലിയറൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജെക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണെന്ന് വിചാരിക്കുക. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും അവിടെ ഒരു സെയിൽസ് നടക്കണമെന്നൊന്നുമില്ല അല്ലേ. ചില ആൾക്കാർ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്താണ് ഈ ഒരു സെയിൽസ് പേഴ്സൺ പറയുന്ന കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യും, പക്ഷെ അയാൾ അത് വാങ്ങിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഒരു പ്രൊഡക്റ്റ് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആൾക്ക് ഒരുപാട് ആ ഒരു പ്രോസ്പെക്ട്സിന് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഒരുപാട് റിജക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് ഇതൊക്കെ അതായത് ഈ ഒരു സെയിൽസ് പേഴ്സൺ വളരെയധികം ഈ ഒരു പ്രോസ്പെക്ട്സിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഒബ്ജെക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഈ സെയിൽസ് പേഴ്സൺ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഹാൻഡിൽ ചെയ്ത് ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് അയാൾ വാങ്ങിയേക്കാം അല്ലേ. അപ്പോൾ നമ്മളൊരു സെയിൽസിന്റെ കാര്യത്തിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനും നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് എപ്പോഴാണ് കിട്ടുന്നതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അതായത് അത് 100% ഇതിപ്പോൾ ഒരു സെയിൽസ് പ്രോസസ്സ് വളരെ റിസ്ക് കുറവുള്ളതാണെങ്കിൽ ചിലപ്പോൾ അവിടെ ആ ഒരു സെയിൽസ് നടക്കണമെന്നില്ല. സെയിൽസ് പ്രോസസ്സ് കുറച്ച് വളരെ റിസ്കി ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സെയിൽസ് അവിടെ നടക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു സിറ്റുവേഷന്റെ ബേസിലായിരിക്കും ഈ ഒരു സെയിൽസ് പേഴ്സണ് ക്ലോസിംഗ് ദി സെയിൽസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ലഭിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ അടുത്തൊരു ഭാഗം നോക്കൂ, ക്ലോസിംഗ് ക്യൂസ് അല്ലേ. അതായത് ക്ലോസിംഗ് ക്യൂസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കുക. ഇവിടെ നമുക്കറിയാം സെയിൽസ് പേഴ്സൺ ഷുഡ് ബി അലേർട്ട് ആൻഡ് യൂസ് ഹിസ് വിസ്ഡം ടു ഐഡന്റിഫൈ ആൻ ഓപ്പർച്യൂണിറ്റി വിച്ച് കുഡ് ലീഡ് ഹിം ടു സെയിൽസ്. നമുക്കറിയാം ഒരു സെയിൽസ് മാൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സെല്ലിങ്ങിന്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് വഴിയാണ് അല്ലെ, സ്റ്റെപ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആദ്യം പ്രോസ്പെക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യണം, പിന്നെ അവരോട് പ്രീ അപ്രോച്ച് നടത്തണം, അതിനുശേഷം അപ്രോച്ച് നടത്തുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, സെയിൽസ് പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ, അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്ലോസിംഗ് സെയിൽസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഈ ഒരു ഓരോ പ്രോസസ്സിലും ഈ ഒരു സെയിൽസ് പേഴ്സൺ അലേർട്ട് ആയിരിക്കണം അല്ലേ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ ഒരു സെയിൽസ് ലീഡ് അയാൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ സെയിൽസിലേക്ക് നയിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി അയാൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അയാൾ എപ്പോഴും ബോധമുള്ള ഒരാളായിരിക്കണം, അതിനെക്കുറിച്ചൊരു അറിവുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ എപ്പോഴൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് സെയിൽസിലേക്ക് നയിക്കുന്ന ലീഡ് കിട്ടുന്ന അവസരങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് അയാൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അയാൾക്ക് അത് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ പല രീതിയിലുള്ള പ്രോസ്പെക്ട്സുമായിട്ട് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് പ്രോസ്പെക്ട്സിന് മുന്നിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെയിൽസ് നടത്തിയ എക്സ്പീരിയൻസസ് അയാൾക്ക് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പൊ അതാണ് പറയുന്നത്, ദി സെയിൽസ് പേഴ്സൺ കണ്ടിന്യൂസ്ലി ഹാസ് ടു അസസ് ദി ആറ്റിറ്റ്യൂഡ് ആൻഡ് മൂഡ് ഓഫ് ദി പ്രോസ്പെക്ട്സ് അല്ലേ. എപ്പോഴും എന്ത് ചെയ്യണം, ഓരോ പ്രോസ്പെക്ട്സിന്റെയും മൂഡും ആറ്റിറ്റ്യൂഡും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴാണോ അവരുടെ ആ ഒരു മൂഡും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും സെയിൽസിലേക്ക് നീങ്ങുന്ന ആ ഒരു സന്ദർഭം, അപ്പൊ ആ ഒരു സമയത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ക്യൂസ് ഈ ഒരു സെയിൽസ് പേഴ്സൺ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഹി ഷുഡ് ഹാവ് ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് പ്രോസ്പെക്ട്സ് അല്ലെ. ഡിഫറെന്റ് വെറൈറ്റി ഓഫ് പ്രോസ്പെക്ട്സിനെ കുറിച്ചിട്ട് നല്ലൊരു അറിവ് അയാൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പല രീതിയിൽ നമുക്കറിയാം കസ്റ്റമർ അല്ലെങ്കിൽ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സെയിൽസ് പേഴ്സൺ ഈ ഓരോ പ്രോസ്പെക്ട്സിനോടും അവരുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചും അവരുടെ മൂഡിനനുസരിച്ചും ആയിരിക്കണം ഈ ഒരു സെയിൽസ് നടത്തേണ്ടത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ സെയിൽസ് പേഴ്സൺ മസ്റ്റ് ലേൺ നോട്ട് ഓൺലി ഹൗ ടു ക്ലോസ് ബട്ട് ഓൾസോ വെൻ ടു ക്ലോസ് അല്ലെ. എന്താ പറയുന്നത്, എപ്പോഴും സെയിൽസ് പേഴ്സൺ നോക്കേണ്ടത് എങ്ങനെ ഒരു സെയിൽസ് അവസാനിപ്പിക്കണം എന്നല്ല, എപ്പോൾ ഒരു സെയിൽസ് അവസാനിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചും കൂടി അയാൾ ബോധവാന്മാരായിരിക്കണം അല്ലെ. അതായത് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ സെയിൽസ് പ്രസന്റേഷൻ നടത്തി അങ്ങനെ ആ ഒരു സെയിൽസ് ഒരു കറക്റ്റ് റൈറ്റ് ടൈമിൽ ആ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുന്നിടത്താണ് ഒരു സെയിൽസ് പേഴ്സൺ വിജയിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോ ഒരു സെയിൽസ് അവസാനിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും എങ്ങനെ ഒരു സെയിൽസ് അവസാനിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും സെയിൽസ് പേഴ്സൺ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ് വിവിധ ക്ലോസിംഗ് ക്യൂസിനെ കുറിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. എന്താണ് ഈ ക്ലോസിംഗ് ക്യൂസ് അല്ലെ, എന്തൊക്കെയാണ് നോക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ്, നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഒരു സെയിൽസ് പേഴ്സന്റെ മുന്നിലെത്തി, ഒരു കസ്റ്റമറിന്റെ മുന്നിലെത്തുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഒരു സെയിൽസ് പേഴ്സൺ ഒരു കസ്റ്റമറിന്റെ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ട്സിനെ സമീപിക്കുന്നു. അപ്പൊ അയാളുടെ പ്രസന്റേഷനും അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചില പ്രോസ്പെക്ട്സ് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കാണിക്കും അല്ലെ. അവരെന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റ് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്ട്സ് ചെക്ക് ചെയ്യാനൊക്കെ നോക്കും. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ്, ഇപ്പം നമുക്ക് നൈറ്റ് വിൽക്കുന്ന ഒരു സെയിൽസ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നൈറ്റ് നമുക്ക് മാച്ച് ആവുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ കളർ, അതിനെ കുറിച്ചിട്ടൊക്കെ അവരിങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കും. അതൊരു ക്യൂ ആണ്, അല്ലെങ്കിൽ അതൊരു ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാനായി അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൽ ഈ ഒരു കസ്റ്റമർ ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ട് എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യാം, അതൊരു ക്ലോസിംഗ് ക്യൂ ആണ്. ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, ആ ഒരു അല്ലെങ്കിൽ സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ഇതിലേക്ക് സെയിൽസ് പേഴ്സണ് പോകാവുന്നതാണ് അല്ലെ. അപ്പോൾ അതെന്താണ്, ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കസ്റ്റമർ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ. അല്ല എന്നുണ്ടെങ്കിൽ നോക്കൂ, ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഒരു കസ്റ്റമർ വാവ് അങ്ങനെ ഒരു എഫക്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മയർ ഓഫ് ദി പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പുകഴ്ത്തി സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അയാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, വാവ് ഈ ഒരു ദിസ് ബ്ലാങ്കറ്റ് ഈസ് വെരി സോഫ്റ്റ് അല്ലെ. ഒരു ബ്ലാങ്കറ്റ് വിൽക്കുന്ന ഒരു സെയിൽസ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാങ്കറ്റ് വെരി സോഫ്റ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ മതിപ്പുളവാക്കുന്ന രീതിയിൽ അയാൾ സംസാരിക്കുകയാണെങ്കിൽ അതെന്താണ്, ഈ ഒരു സെയിൽസ് പേഴ്സൺ ഒരു ക്യൂ ആണ് അല്ലെ. ആ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാം എന്ന ഒരു ഹിന്റ് ആണ് അവിടെ ആ ഒരു പ്രോസ്പെക്ട്സ് നൽകുന്നത്. അപ്പോൾ ആ ഒരു റൈറ്റ് ടൈമിൽ ആ ഒരു ക്ലോസ് ചെയ്യാനുള്ള സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിലേക്ക് ഈ ഒരു സെയിൽസ് പേഴ്സൺ കടക്കേണ്ടതുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. when the prospects ask for the order form and start reading it അല്ലെ. നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പ്രസന്റേഷൻ ഒക്കെ നടത്തി വരുമ്പോൾ അതിൽ ഇംപ്രസ്ഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അവർ പറയും ഈ ഒരു ഓർഡറിന്റെ എന്തെങ്കിലും ഫോമുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫോമുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അത് ചോദിക്കും, പ്രോസ്പെക്ട്സ് ചോദിക്കും. അപ്പൊ എന്നിട്ട് അത് അയാൾ വായിച്ചു നോക്കും. അപ്പൊ അതും ഒരു ഹിന്റ് ആണ് അല്ലെങ്കിൽ ഒരു ക്യൂ ആണ്, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങും അല്ലെങ്കിൽ സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയി എന്നുള്ളതിനെ ഉള്ള ഒരു ഹിന്റ് ആണ്. അതുപോലെ തന്നെ അടുത്തത് നോക്കൂ. when the prospect start asking about the best deal that the salesperson can offer him or he is interested in the final discounted price of the product അല്ലെ. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഡിസ്കൗണ്ടുകളെ കുറിച്ചിട്ട് ചോദിക്കും. അതായത് ഇപ്പോൾ കുറച്ചും കൂടിയും ഓഫർ തരുമോ അല്ലെ. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 റുപ്പീസിന്റെ ഒരു ബ്ലാങ്കറ്റുമായിട്ട് ഒരു സെയിൽസ് പേഴ്സൺ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 950 തരുമോ അല്ലെങ്കിൽ ഒരു 800 തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നോക്കും അല്ലെ. അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് തരുമോ. അപ്പൊ അതും ഒരു സെയിൽസ് ലീഡാണ് അല്ലെ. അവിടെ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ലീഡാണ് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു പ്രോസ്പെക്ട്സ് എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽ ആയിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇതെങ്ങനെയാണ് നിങ്ങൾ ഡെലിവറി ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളുടെ ഏതെങ്കിലും ഒരു എംപ്ലോയി വന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് തരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോഴും അതും ഒരു ഹിന്റ് ആണ് അല്ലെ. ഈ ഒരു സെയിൽസ് പേഴ്സൺ ഈ ഒരു പ്രോസ്പെക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെയിൽസ് ലീഡിലേക്കുള്ള ഒരു ഹിന്റ് അവിടെ നൽകുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്ദർഭം എന്ത് ചെയ്യാം, ഈ ഒരു സെയിൽസ് പേഴ്സൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ.
പ്രോസ്പെക്ട്സിന്റെ വോയിസ് കുറച്ച് സോഫ്റ്റ് ആവുക, അതേപോലെ തന്നെ എക്സ്പ്രഷൻ, ഈ ഒരു സെയിൽസ് പേഴ്സണോടുള്ള എക്സ്പ്രഷൻ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആവുക, പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു സെയിൽസ് പേഴ്സണോട് എന്താണ് സംസാരിക്കുക, അങ്ങനെയുള്ള ആ ഒരു ഇതും അപ്പോഴും നമുക്ക് എന്ത് ഊഹിക്കാം, എന്ത് ഈ ഒരു ക്ലോസിങ് ക്യൂ ആണത്, അല്ലെങ്കിൽ അതൊരു എന്താണ് ഈ ഒരു ടൈമാണ് എന്ത് സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള സമയം എന്ന് ഈ ഒരു സെയിൽസ് പേഴ്സൺ അനുമാനിക്കാം. അതുപോലെ തന്നെ എന്താണ് വേറൊരു എക്സാമ്പിൾ നോക്കൂ. when the prospects become interest in who are or using the product, this is to reduce the post purchase dissonance and get social approval for his decision. അല്ലെ, അതെന്താ പറയുന്നത് വെച്ചാൽ ഈ നമ്മൾ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ അതിൽ താല്പര്യമില്ലെങ്കിലും, ആ ഒരു പ്രൊഡക്റ്റിൽ താല്പര്യമില്ലെങ്കിലും സോഷ്യലി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസ്പെക്ട്സ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നോക്കാം അല്ലെ. അപ്പൊ അതും എന്താണ്, ഒരു ക്യൂ ആണ്. അതുപോലെ തന്നെ അടുത്തത് നോക്കൂ. when the prospects unconsciously check if he has the cash or if he has carrying his debit or credit card, he further ask about other payment options like UPI or net banking or any other. അതായത് ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ ചില ആൾക്കാർ ആ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയി, അപ്പൊ അവർ പോക്കറ്റിലൊക്കെ കൈയിട്ട് നോക്കും, ഓ ക്യാഷ് ഇല്ലല്ലോ ഇപ്പൊ എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഓ ഞാൻ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ മറന്നിട്ടുണ്ട്, നിങ്ങൾക്ക് UPI ഉണ്ടോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതെന്താണ്, ഹിന്റ് ആണ് അല്ലെ. അതായത് സെയിൽസ് അവിടെ അവസാനിപ്പിക്കാറായി, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു പ്രോസ്പെക്ട്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതും എന്താണ്, സെയിൽസ് അവസാനിപ്പിക്കാനുള്ള ടൈം ആയി എന്നുള്ളതിനെ കുറിച്ച് ഒരു ഹിന്റ് നൽകുന്ന ക്യൂ ആണ്. അതുപോലെ തന്നെ അടുത്തത് നോക്കൂ. when the prospect is interested in trying or test the product, like when can I test drive the car, അല്ലെ, എന്താണ് ഒരു കാറിന്റെ ഒക്കെ ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാർ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുക, ചെക്ക് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുക, അതും എന്താണ്, ഒരു ക്ലോസ് ലീഡ് ആണ് അല്ലെ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കൂ. when prospects has completed the sales presentation and how the looks at the prospects for some indication or positively from him, അല്ലെ. എന്താണ്, ഈ ഒരു സെയിൽസ് പ്രസന്റേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ട്സിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാകുന്നു. അപ്പൊ അതും എന്താണ്, ഒരു ക്ലോസിങ് ദി സെയിൽസ് ലീഡാണ് അല്ലെ. ആ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാനായി എന്നുള്ളതിന് ഹിന്റ് കൊടുക്കുന്ന ഒരു ലീഡാണ്. പിന്നെ അതേപോലെ തന്നെ when prospects has answered prospects objection successfully, അല്ലെ. എന്താണ്, ചില പ്രോസ്പെക്ട്സ് എന്തുണ്ടാവും, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാഷണൽ പ്രോസ്പെക്ട്സ് എപ്പോഴും എന്താണ് ഡൗട്ട്സ് ചോദിക്കും, ഒരുപാട് ഒബ്ജെക്ഷൻസും ഒരുപാട് എന്താണ് ഡൗട്ട്സുകളും കംപ്ലൈൻസുകളും ഒക്കെ അവർക്ക് ഉണ്ടാവും. അതൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു സെയിൽസ് പേഴ്സൺ ഹാൻഡിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതിൽ എന്താണ് സെയിൽസ് പേഴ്സൺ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് അവിടെ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു ക്ലോസിംഗ് ക്യൂ ആയിട്ട് കാണുന്ന കുറച്ച് എക്സാമ്പിൾസ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സെയിൽസ് പേഴ്സൺ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യണം, ഈ ഒരു കറക്റ്റ് ടൈമിൽ ആ ഒരു സെയിൽസ് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വിവിധ പ്രോസ്പെക്ട്സിനെ കുറിച്ചിട്ട് അയാൾ ഡീറ്റെയിൽ ആയിട്ട് അയാൾക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. അതിന് അയാൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് വേണം അല്ലെ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോളജ് ഉണ്ടാവണമെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് വേണം. എന്താണ്, ഓരോ പ്രോസ്പെക്ട്സിനെ കാണുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സെയിൽസ് പേഴ്സൺ അവരുടെ മൂഡും ആറ്റിറ്റ്യൂഡൊക്കെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അവരെങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സെയിൽസ് ലീഡിലേക്ക് നയിക്കുന്നത് അവരെ, അതൊക്കെ അയാൾ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, അതാണ് ഈ ഒരു സെയിൽസിങ് ക്യൂസിന് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ, ട്രയൽ ക്ലോസ് അല്ലെ. ട്രയൽ ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്, എ ട്രയൽ ക്ലോസ് ഈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ടൂൾ അറ്റ് ദി ഡിസ്പോസൽ ഓഫ് സെയിൽസ് പേഴ്സൺ ആൻഡ് be used after the sales presentation and demonstration stage and close of the main body of the presentation before moving towards sales or when prospect is ready for sales. അല്ലേ, ട്രയൽ ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രസന്റേഷനും ഡെമോൺസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യാം, ഒരു ട്രയൽ ക്ലോസിന് അല്ലെങ്കിൽ ട്രയൽ ക്ലോസ് നടത്താം. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു
സെയിൽസ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു പ്രോസ്പെക്ട്സ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ റെഡിയാണ് എന്നൊക്കെ തോന്നുന്ന ആ ഒരു ടൈമിൽ ആഫ്റ്റർ ദി സെയിൽസ് പ്രസൻറ്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ അല്ലെ, ആ സെയിൽസ് പ്രസൻറ്റേഷനും ഡെമോൺസ്ട്രേഷനും കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ട്രയൽ ക്ലോസിന് എന്ത് ചെയ്യാം, ഈ ഒരു സെയിൽസ് പേഴ്സണ് ശ്രമിച്ചേക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ട്രയൽ ക്ലോസ് നടത്തുമ്പോൾ അല്ലെ, എന്താണ് ട്രയൽ ക്ലോസ് നടത്തുമ്പോൾ എന്താണ് ഒരു സെയിൽസ് പേഴ്സണ് ഒരു പ്രോസ്പെക്ട്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അല്ലെ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എന്താണ് ഇൻഫർമേഷനും അതിന്റെ പ്രസന്റേഷനും ഡെമോൺസ്ട്രേഷനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, അതിൽ അവർ കൺവിൻസ് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൽ അവർ എന്താണ് ആകൃഷ്ടരാവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് ഇടയിൽ ഒരു ട്രയൽ ക്ലോസിന് ശ്രമിക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ദി ട്രയൽ ക്ലോസ് മേ ഹെൽപ്പ് എ സെയിൽസ് പേഴ്സൺ ടു ഡിറ്റർമൈൻ. ട്രയൽ ക്ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽസ് പേഴ്സണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? വെദർ ദി പ്രോസ്പെക്ട്സ് ലൈക്സ് യുവർ പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്ട്സ് എന്താണ് സെയിൽസ് പേഴ്സൺ പ്രോസ്പെക്ട്സ് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു വാങ്ങുന്നയാൾ നമ്മൾ ആർക്ക് മുന്നിലാണോ ഈ ഒരു പ്രൊഡക്റ്റ് അവതരിപ്പിക്കുന്നത് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ വെദർ ഹിസ് ഒബ്ജെക്ഷൻസ് ഹാവ് ബീൻ ആൻസേർഡ് സാറ്റിസ്ഫാക്ടറിലി. അതായത് നമുക്കറിയാം പ്രോസ്പെക്ട്സിന് ആ ഒരു പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പ്രസന്റ് ചെയ്യുമ്പോഴും ഒരുപാട് ഒബ്ജെക്ഷൻസ് ഉണ്ടാവും അല്ലെ, എതിർപ്പുകൾ ഉണ്ടാവും. അതൊക്കെ നീറ്റായിട്ട് ഈ ഒരു സെയിൽസ് പേഴ്സൺ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് അറിയാൻ പറ്റണം അല്ലെ. അല്ലെങ്കിൽ നമ്മളൊരു ട്രയൽ ക്ലോസിന് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ എന്താണ് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു പ്രോസ്പെക്ട്സ് നമ്മുടെ ആൻസറിൽ അല്ലെങ്കിൽ അവര് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എതിർപ്പുകൾ നടത്തിയതിനെ എതിരെ നമ്മൾ പറഞ്ഞു കൊടുത്ത ആൻസറിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, വെദർ ദി പ്രോസ്പെക്ട്സ് ഈസ് റെഡി ടു ക്ലോസ് ദി സെയിൽസ് അല്ലെ, അതായത് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അവർ തയ്യാറാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രയൽ ക്ലോസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പോൾ അതാണ് ഈ ട്രയൽ ക്ലോസ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ ഒരു ട്രയൽ ക്ലോസ് നടത്തണം എന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഇൻഡയറക്റ്റ് ക്ലോസും അല്ലെങ്കിൽ ഒരു എന്താണ് ഡയറക്റ്റ് ക്ലോസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് ഇൻഡയറക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ? ഇൻഡയറക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ സെയിൽസ് പേഴ്സൺ മേ ട്രൈ ഫോർ ഇൻഡയറക്റ്റ് ക്ലോസ് യൂസിങ് വെർബൽ ആൻഡ് നോൺ വെർബൽ ഫോംസ് ഇൻ ദി ഫോളോവിങ് വേസ് അല്ലെ. അതായത് വെർബൽ ആയിട്ടും നോൺ വെർബൽ ആയിട്ടുള്ള ഒരു എന്താണ് കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഫോംസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സെയിൽസ് പേഴ്സണ് ഒരു ഇൻഡയറക്റ്റ് ക്ലോസിന് ആദ്യം ശ്രമം നടത്താം. എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ക്ലോസ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വാഷിംഗ് മെഷീനാണ് സെയിൽ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണ് ഇഷ്ടം, സോണി ആണോ സാംസങ് ആണോ എന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ അവർ പറയും സാംസങ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എന്താ ചെയ്യുക, അവർ ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇൻട്രസ്റ്റഡ് ആണ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ ഏത് കളറാണ് യൂസ് ചെയ്യുന്നത്, ഗ്രേ അല്ലെങ്കിൽ യൂസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ വാങ്ങിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, ഈ ഗ്രേ കളർ ആണോ വൈറ്റ് കളർ ആണോ, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസും ചോയ്സസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ മനസ്സിലിരിപ്പ് അറിയാൻ നമുക്ക് എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റണം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അവർ ആ പ്രൊഡക്റ്റ് വാങ്ങോ ഇല്ലയോ എന്നൊക്കെ ഏകദേശ ധാരണ നമുക്ക് കിട്ടും അല്ലെ. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വാറണ്ടി 1 വർഷം കൂടി വേണമെങ്കിൽ നീട്ടിത്തരാം, നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ വാറണ്ടി 1 വർഷം കൂടി നീട്ടിത്തരാം എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അവർ പറയാം ഓക്കെ, നിങ്ങൾ 1 വർഷം കൂടി വാറണ്ടി നീട്ടി തരുകയാണെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാം അല്ലെ, അങ്ങനെ ഒരു ആൻസർ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള അതാണ് നമ്മുടെ ഇൻഡയറക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുകയല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള എന്താണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതുപോലെ തന്നെ എന്താണ്, അപ്പൊ ഇങ്ങനെ എന്താണ് ഇൻഡയറക്റ്റ് ക്ലോസിലൂടെ എന്താണ് ചില പ്രോസ്പെക്ട്സ് എന്ത് ചെയ്യും, ഒരുപാട് ഇൻഫർമേഷൻ എന്താണ് വീണ്ടും വീണ്ടും ചോദിച്ചറിയും അല്ലെ. അതായത് എന്താണ് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ എതിർപ്പുകൾ അവരെന്ത് ചെയ്യും, ധാരാളം ഉണ്ടാക്കും. അപ്പൊ ആ ഒരു എതിർപ്പുകളൊക്കെ എന്ത് ചെയ്യണം, എന്താണ് സെയിൽസ് പേഴ്സൺ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇൻഡയറക്റ്റ് ക്ലോസ് സക്സസ് ആയില്ല എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് രീതിയിൽ ആ ഒരു സെയിൽസ് അവസാനിപ്പിക്കാൻ ആ ഒരു ശ്രമം അവിടെ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ സോണി ആണോ സാംസങ് ആണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അയാൾ അതിൽ വേറെ എന്തെങ്കിലും എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു വാഷിംഗ് മെഷീൻ ഇപ്പൊ ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് കറണ്ട് ബില്ല് കൂടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ കൂടുതൽ എതിർപ്പുകളായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ അടുത്തത് എന്താ, ഡയറക്റ്റ് ക്ലോസിലേക്ക് അയാൾക്ക് നീങ്ങാം. ഡയറക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ വെരി പൊളൈറ്റ് ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചോദിക്കാം അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം, എന്താണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടം ആയിട്ടുണ്ടോ, ഞങ്ങൾ ഓഫറുകൾ ഉണ്ട്, നമുക്ക് ഡിസ്കൗണ്ടുകൾ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം, നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക, പൊളൈറ്റ് ചെയ്യുക, അവരെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുക. അതാണ് ഡയറക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ അല്ലെ. ഇൻഡയറക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നിങ്ങൾ അവർക്ക് ആ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പേയ്മെന്റ് മോഡാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ആണോ അല്ലെങ്കിൽ റെഡി ക്യാഷ് ആയിട്ടാണോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഇൻട്രസ്റ്റ് എന്താ, ഒരു പ്രൊഡക്റ്റിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിയാം. അവിടെ ആ സെയിൽസ് പേഴ്സൺ ഫെയിൽ ആയി പോവുകയാണെങ്കിൽ ഡയറക്റ്റ് ക്ലോസ് യൂസ് ചെയ്യാം. ഡയറക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്, നേരിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഡിസ്കൗണ്ടുകളും അല്ലെങ്കിൽ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റിന്. ഇപ്പൊ ഓണാണ് വരുന്നത്, അപ്പൊ ഈ ഓണത്തിനോടനുബന്ധിച്ച് ഒരുപാട് ഡിസ്കൗണ്ടുകളും ഓഫറുകളൊക്കെ ഉണ്ട്, ഇപ്പൊ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫറുകളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്താം. അപ്പൊ ഈ രണ്ടിലും വർക്ക് ആവണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതായത് നമ്മുടെ ഡയറക്റ്റ് ക്ലോസും ഇൻഡയറക്റ്റ് ക്ലോസിലും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഈ ഒരു പ്രോസ്പെക്ട്സ് തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് അടുത്ത സെയിൽസ് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സെയിൽസ് പേഴ്സൺ ശ്രമിക്കുക. അവിടെ നമ്മൾ തളരരുത്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, മറ്റു സെയിൽസുകളിലേക്ക് അയാൾ കടക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ട്രയൽ ക്ലോസിൽ പറയുന്നത്. അപ്പോൾ ഈ ട്രയൽ ക്ലോസിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ട്രയൽ ക്ലോസ് എന്ന് എഴുതുക, ഡയറക്റ്റ് ക്ലോസിനെ കുറിച്ചിട്ടും ഇൻഡയറക്റ്റ് ക്ലോസിനെ കുറിച്ചിട്ടും എക്സാമ്പിൾ സഹിതം എഴുതുക. അതുപോലെ തന്നെ ഈ ഇത്തരത്തിലൊരു ട്രയൽ ക്ലോസ് നടത്തുമ്പോൾ നമുക്ക് ഒരു സെയിൽസ് പേഴ്സണ് കിട്ടുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ, സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സുകൾ. അതായത് പല പ്രോസ്പെക്ട്സും നമുക്കറിയാം പല രീതിയിലായിരിക്കും അല്ലെ. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും സെയിൽസ് പേഴ്സൺ ഈ ക്ലോസിംഗ് സിറ്റുവേഷൻ അനുസരിച്ച് പല രീതിയിലുള്ള ക്ലോസിംഗ് ടെക്നിക്സുകൾ യൂസ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സുകൾ നോക്കുക. ഇവിടെ ഫസ്റ്റ് വൺ, ചോയ്സ് ക്ലോസ് അല്ലെ. ചോയ്സ് ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഡെമോൺസ്ട്രേഷനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയാം, നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, രണ്ട് പ്രൊഡക്റ്റുകൾ അവർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുക അല്ലേ. എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് മോഡൽ വാഷിംഗ് മെഷീൻ വുഡ് യു പ്രിഫർ അല്ലെ. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ നോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വാഷിംഗ് മെഷീൻ എടുക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പ്രോസ്പെക്ട്സിന് അത് വേണ്ട എന്നുണ്ടെങ്കിൽ നോ എന്ന് പറയാം അല്ലെ. അപ്പൊ അവിടെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ചോയ്സസ് കൊടുത്തിട്ട് അല്ലെ, ഒരു ഒന്നിലധികം ചോയ്സസ് കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ ഏത് മോഡൽ ഓഫ് വാഷിംഗ് മെഷീൻ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഒരു ക്ലോസിംഗ് ടെക്നിക്കാണ്. അതുപോലെ തന്നെ അടുത്തൊരു ക്ലോസിംഗ് ടെക്നിക്കാണ് മൈനർ പോയിന്റ്സ് ക്ലോസ്. അതായത് ചില മൈനർ പോയിന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെയിൽസ് പേഴ്സൺ നമ്മുടെ പ്രോസ്പെക്ട്സിന്റെ കൺഫർമേഷൻ ഉറപ്പുവരുത്തുന്നു. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫൈൻ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആ ഒരു മൈനർ പോയിന്റ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാജുവലി ആ ഒരു സെയിൽസ് ലീഡിലേക്ക് ഈ ഒരു സെയിൽസ് പേഴ്സൺ ഈ ഒരു പ്രോസ്പെക്ട്സിനെ കൊണ്ടെത്തിക്കുന്നു. അപ്പൊ അവിടെ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് കളർ വുഡ് യു പ്രിഫർ, നിങ്ങൾ ഏത് കളറാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ മേൽ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഏത് മോഡൽ കാറാണെന്നുണ്ടെങ്കിൽ ഏത് മോഡൽ, പ്രീമിയം മോഡൽ കാറാണോ ഡിലക്സ് മോഡൽ കാറാണോ യൂസ് ചെയ്യുന്നത്,
അങ്ങനെയുള്ള എന്താണ് അങ്ങനെയുള്ള മൈനർ പോയിന്റ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെയിൽസ് അവിടെ അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ക്യാഷ് ആയിട്ടാണോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണോ, അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ചില മൈനർ പോയിന്റ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ ഒരു പ്രോസ്പെക്ട്സിന്റെ കൺഫർമേഷൻ സെയിൽസ് പേഴ്സൺ എടുക്കാവുന്നതാണ്. അപ്പൊ അതൊരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, അസംപ്റ്റീവ് ക്ലോസ്. ഈ അസംപ്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോസ്പെക്ട്സ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ എന്ത് ചെയ്യാണ് ആ ഒരു സെയിൽസ് പേഴ്സൺ സംസാരിക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഉൽപ്പന്നം പൊതിയട്ടെ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ പൊതിയട്ടെ, അല്ലെങ്കിൽ ബില്ലെടുക്കട്ടെ സർ എന്ന് പറയാ. എന്താണ് പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മളിപ്പോൾ കാർഡ് പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മെഷീൻ മുന്നിലേക്ക് വെക്കുക. അങ്ങനെയുള്ള എന്താണ് ആക്ഷൻസ് ഒക്കെ ഈ സെയിൽസ് പേഴ്സൺ എടുക്കുക അല്ലെ. അപ്പൊ അവിടെ എന്താണ് ആ ഒരു സെയിൽസ് പേഴ്സൺ വാങ്ങണം എന്നുള്ള ആ ഒരു ഹിന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയും ആ സെയിൽസ് അവിടെ അവസാനിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസ് ചോയ്സസ്. ഇവിടെ എങ്ങനെയെന്ന് സ്റ്റിമുലസ് റെസ്പോൺസ് ക്ലോസ് ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോസ്പെക്ട്സിനെ നമ്മളൊരു ഫേവറബിൾ റെസ്പോൺസസിലൂടെ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീം നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഭംഗിയുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് ഫെയർ, അല്ലെങ്കിൽ നല്ലൊരു എന്താണ് നിങ്ങളുടെ മുഖം ഒരു എന്താണ് ഒരു തിളങ്ങുന്ന പോലെയുണ്ട്, നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുന്ന ഈ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ എന്താണ് ഇട്ടിട്ട് നിങ്ങൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നിങ്ങളായിരിക്കും അവിടുത്തെ താരം, നിങ്ങൾക്കിത് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ ഡ്രസ്സ്. അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എന്താണ് ഇത് കൊടുത്തുകൊണ്ട് ആ എന്താണ് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ എന്ത് ചെയ്യുക ഈ ഒരു സെയിൽസ് പേഴ്സൺ അവരെ പ്രേരിപ്പിക്കുക. അങ്ങനെയും എന്ത് ചെയ്യാം ആ ഒരു എന്താണ് ആ ഒരു സെയിൽസ് അവിടെ ക്ലോസ് ചെയ്യുക. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കൂടുതൽ നമ്മളിങ്ങനെ ഒരു പ്രോസ്പെക്ട്സിനോട് എന്താണ് ഓവറായിട്ട് നമ്മൾ അവരെ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ അത് അവർക്കൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് മാറും. അപ്പൊ അത് അവിടെ ശ്രദ്ധിക്കണം. ആ ഒരു സ്ട്രാറ്റജി അപ്പൊ അവിടെ എന്ത് ചെയ്യും എന്താണ് അവിടെ ഫ്ലോപ്പായി പോവാനും ചാൻസ് ഉണ്ട് അല്ലെ. അതായത് ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പ്രൊവൈഡ് ഫേവറബിൾ റെസ്പോൺസ്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്പോൺസസ് കൊടുത്തുകൊണ്ട് അവർ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ സ്റ്റിമുലേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഒരു സെയിൽസ് അവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാണ് അല്ലെ. പിന്നെ ഒരു എന്താണ് നമ്മളൊരു വാച്ച് എന്താണ് അവർ കയ്യിൽ അത് കെട്ടാൻ കൊടുത്തുകൊണ്ട് നമ്മൾ അവരോട് പറയാണ് ഈ വാച്ച് നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് ചേരുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് എന്താണ് ഏത് ഡ്രസ്സിന്റെ കൂടെയും നിങ്ങൾക്ക് ഈ വാച്ച് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് മേൽ അവരെ പ്രശംസിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സമ്മറി ക്ലോസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റാഷണൽ പ്രോസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും, ഒരുപാട് ഒബ്ജെക്ഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്നിട്ട് അവരുടെ ഡിസിഷന് വിടുക. എങ്കിൽ നമ്മൾ കൂടുതൽ അവരെന്ത് ചെയ്യാൻ പാടില്ല, എന്താണ് പ്രഷർ ചെയ്യാതെ അവരുടെ ഡിസിഷന് വിടുക. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ സംസാരിച്ചുകൊണ്ട് അവരെന്താണോ ഡിസിഷൻ എടുക്കുന്നത് അതിന് വിടുക. അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു സമ്മറി കൊടുത്തുകൊണ്ട് ആ ഒരു സെയിൽസ് അവിടെ ക്ലോസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു നോക്കൂ, സ്റ്റാൻഡിങ് റൂം ഓൺലി ക്ലോസ്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണേ 2 പീസേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് 2 പീസേ ഉള്ളൂ, ബാക്കിയൊക്കെ വിറ്റ് പോയിട്ടുണ്ട്, ഇപ്പൊ നിങ്ങളിത് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പിന്നീട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ എന്താ ഒരു ഹറി, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് അത്രയധികം ഡിമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഒരുക്കി കൊടുക്കുക അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മളെ മുന്നിലൊക്കെ ഇത്തരത്തിലുള്ള സെയിൽസ് പേഴ്സൺ നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കറിയാം അല്ലെ. ചില പ്രൊഡക്ട്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആകെ ഇത്രയേ ഉള്ളൂ, വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതാണ്, എന്താണ് നിങ്ങൾ ഇപ്പൊ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ അത് ദുഃഖിക്കും അത് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രൊഡക്റ്റിന് അത്രത്തോളം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുക. അതിലൂടെ ആ ഒരു സെയിൽസ് അവിടെ ക്ലോസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ഡീൽ ക്ലോസ്. അതായത് നമ്മളോട് പറയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു
എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോവേവ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു ഇഡ്ഡലി മേക്കർ എന്താണ് ഫ്രീ ആയിട്ട് നൽകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫറിന് ഇന്ന് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50% ഓഫറിന് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നൽകാം. അങ്ങനെ ഓഫറുകളും എന്താണ് ഡിസ്കൗണ്ടുകളും സ്പെഷ്യൽ ഡീൽസുകളൊക്കെ പറഞ്ഞുകൊണ്ട് ആ സെയിൽസ് അവിടെ ക്ലോസ് ചെയ്യാം അല്ലെ. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു എന്താണ് ഡീലുകൾ ഇന്ന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സെയിൽസിന് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സക്സസ് സ്റ്റോറി ക്ലോസ്. സക്സസ് സ്റ്റോറി ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു പാസ്റ്റ് കസ്റ്റമർ ആയിട്ടുള്ള കസ്റ്റമറുടെ പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അവർ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് ഈ ഒരു പ്രോസ്പെക്ട്സിന് മുന്നിൽ അവതരിപ്പിക്കുക. അതായത് റിലേറ്റീവ്സോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ഒക്കെ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് മൂലം അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് യൂസ് ചെയ്തിട്ടുള്ള മറ്റ് കസ്റ്റമറുടെ അല്ലെ സക്സസ്ഫുൾ ആയിട്ടുള്ള കസ്റ്റമറുടെ സ്റ്റോറീസ് പറഞ്ഞുകൊണ്ടും നമുക്കത് ക്ലോസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അങ്ങനെ എന്താണ് സക്സസ് ആയിട്ടുള്ള കസ്റ്റമറെ എന്താണ് ഈ ഒരു പ്രോസ്പെക്ട്സിന് പരിചയപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു സെയിൽസ് അവിടെ അവസാനിപ്പിക്കാം. പിന്നെ അതേപോലെ തന്നെ എന്താണ് ക്ലോസിങ് ഓൺ റെസിസ്റ്റൻസ്. ചില കസ്റ്റമർ ഉണ്ടാവും ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്നാലും അവരെന്ത് ചെയ്യും, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒരു എതിർപ്പുകൾ അവർ പ്രകടിപ്പിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു ചെടിച്ചട്ടി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ അതിന്റെ വെയിറ്റ് എന്താണ്, അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് അയാൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ പ്രൊഡക്റ്റിലും അയാൾ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ അയാൾ പറയും ഇത് എങ്ങനെ വീട്ടിലെത്തിക്കും, അല്ലെങ്കിൽ ഇത് ഭയങ്കര വെയിറ്റ് ആണ്, അങ്ങനെയുള്ള ഒബ്ജെക്ഷൻസ് ഒക്കെ അയാൾ വെക്കും അല്ലെ. ഇതിന്റെ കളർ ഒരു ഇതില്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുക, ഭയങ്കര വെയിറ്റ് ആണല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സുകൾ അല്ലെങ്കിൽ എതിർപ്പുകളൊക്കെ റെസിസ്റ്റൻസ് അയാൾ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ ആ സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യും, വളരെ പൊളൈറ്റ് ആയിട്ട് പറയുന്നത് ഈ ഒരു എന്താണ് നിങ്ങൾ ആ ഒരു എതിർപ്പിനെ ഇല്ലാതാക്കിയിട്ട് സെയിൽസിലേക്ക് നയിക്കുക. അത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ പോട്ടിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഈ പോട്ട് ഞങ്ങളുടെ എന്താണ് എംപ്ലോയീസ് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ അത് ഇറക്കി തരും, ഡെലിവറി ചെയ്തു തരും. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അതിൽ പ്ലാന്റ് അല്ലെങ്കിൽ വെക്കേണ്ട ചെടികൾ എന്തൊക്കെയാണോ അത് അവര് എന്താണ് നട്ടു തരുകയും ചെയ്യും. അങ്ങനെയുള്ള ഡീൽസ് ഒക്കെ എന്താണ് കൊടുക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നോക്കും. അതായത് ആ ഒരു റെസിസ്റ്റൻസിനെ അല്ലെ ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെ എന്ത് ചെയ്യാണ്, ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ സെയിൽസിലേക്ക് നയിക്കുക. അതാണ് ക്ലോസിങ് ഓൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ടേൺ ഓവർ ക്ലോസ്. ടേൺ ഓവർ ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. ഇപ്പൊ സാധാരണ ഒരു ടെക്നിക്കൽ പ്രൊഡക്ട്സുകളിലൊക്കെയാണ് ഈ ഒരു എന്താണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ എന്താണ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന പ്രൊഡക്ട്സുകളിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു പ്രോസ്പെക്ട്സിന്റെ ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ എതിർപ്പുകൾ ഹാൻഡിൽ ചെയ്യാൻ ഈ ഒരു സെയിൽസ് പേഴ്സണ് കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ടേൺ ഓവർ ക്ലോസിൽ അവരൊരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അതായത് എന്താണ് ഒന്നിലധികം സെയിൽസ് പേഴ്സൺസ് ഉണ്ടാവും. അപ്പൊ അവർ അപ്പൊ ഈ ഒരു സെയിൽസ് പേഴ്സണ് ഈ ഒരു എന്താണ് പ്രോസ്പെക്ട്സിന്റെ ഒബ്ജെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയാണ് നിങ്ങൾ ഈ ഒരു 5000ന്റെ പ്രൊഡക്റ്റ് ഞാനൊരു 3500ന് തരികയാണെങ്കിൽ ഞാനിത് എടുക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പൊ ഈ ഒരു സെയിൽസ് പേഴ്സൺ പറയാണ് ഹയർ അതോറിറ്റി എന്താണ് എൻ്റെ ടീം ലീഡറോട് ഞാനൊന്ന് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ ടീം ലീഡറിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവർ തമ്മിൽ എന്ത് ചെയ്യാം, അങ്ങനെയും സെയിൽസ് ക്ലോസ് ചെയ്യാം അല്ലെ. അവർ തമ്മിൽ ഇപ്പൊ ആ ഒരു എന്താണ് ഒബ്ജെക്ഷൻസ് ആ ഒരു ടീം ലീഡർ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഒരു എന്താണ് പ്രോസ്പെക്ട്സിന് അനുയോജ്യമായിട്ടുള്ള ആൻസർ കൊടുക്കുക. അല്ലെങ്കിൽ ഇവരുടെ ഡീൽസിനൊക്കെ ആ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ ആ ടീം ലീഡർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ആ സെയിൽസ് അവിടെ ക്ലോസ് ചെയ്യുക അല്ലെ. അപ്പൊ അതാണ് ടേൺ ഓവർ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു ഇൻഡിവിജ്വൽ അല്ലെ, ഒരു സെയിൽസ് പേഴ്സൺ എന്താണ് എല്ലാ സെയിൽസും ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം ഒരു ടീമായിട്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകളും കാര്യങ്ങളും എന്താണ് ഈ ഒരു സെയിൽസ് പേഴ്സണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതി ആണ് എന്നുണ്ടെങ്കിൽ അപ്പൊ അവരെന്ത് ചെയ്യും, ഹയർ അതോറിറ്റിയെ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് അവിടെ ഈ ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ അതും എന്താണ് ഒരു ക്ലോസിംഗ് ടെക്നിക്കാണ്. അടുത്ത ഒരു
ക്ലോസിങ് ടെക്നിക്കാണ് പപ്പി ഡോഗ് ക്ലോസ് അല്ലേ. ഇപ്പൊ നമ്മളൊരു ഈ ഒരു ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ഡോഗ്, ആ ഡോഗിനെ എന്താണ് ആർക്കും അങ്ങനെ ആർക്കും അതിനോട് നോ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അതായത് ഇപ്പോ എന്താ ആ ഒരു ഡോഗിനെ കാണുമ്പോൾ എല്ലാവർക്കും അതിനെ താലോലിക്കുക അല്ലെങ്കിൽ അതിനെ വീട്ടിൽ കൊണ്ടുപോകാനും തോന്നും. അത്തരത്തിലുള്ള ഒരു ടെക്നിക്കാണ് പപ്പി ഡോഗ് ടെക്നിക്ക്. അതായത് ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് പ്രകാരം പ്രോസ്പെക്ട്സ് എന്ത് ചെയ്യാണ്, പ്രോസ്പെക്ട്സിനോട് ഒരു പ്രൊഡക്റ്റിൽ അയാൾക്ക് കൺഫ്യൂഷൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്താ അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് എടുക്കേണ്ടത് അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യും, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും പറയും, അല്ലെങ്കിൽ 2 ബ്രാൻഡും അയാളോട് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറയും. അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, അതിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആവാം. പിന്നെ അത് അയാൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അയാൾക്ക് പിന്നെ അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും അയാൾ എന്ത് ചെയ്യില്ല, എന്താ ഇത് തിരിച്ചു കൊടുക്കാനൊന്നും പോവില്ല അല്ലേ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾ കംഫർട്ടബിൾ ആണോ എന്ന് യൂസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് അത് എന്ത് ചെയ്യുക, എന്താണ് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് പ്രൊഡക്ട്സും അവരോട് കൊണ്ടുപോകാൻ പറയുക. കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരാൻ പറയുക അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ്. അതായത് ഇവിടെ if the salesperson let the prospects take home the product and try it before finally purchasing it, they will find it difficult to part with it. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, if the prospects is not able to decide between buying which brand, salesperson may ask the prospects to carry home both the products and take his own time to decide. Majority of the time prospects end up keeping with both the products, one prospect stated. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പപ്പി ഡോഗ് ക്ലോസിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു പ്രോസ്പെക്ട്സിന് ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് കളർ ചൂസ് ചെയ്യണം, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏത് മോഡൽ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള എന്താണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, ഈ ഒരു സെയിൽസ് പേഴ്സൺ പ്രോസ്പെക്ട്സിനോട് പറയുകയാണ് എന്ത്, നിങ്ങൾ രണ്ടും കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ, നിങ്ങൾക്ക് ഏറ്റവും ഫിറ്റ് ആണ് എന്താണോ എന്നുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്തോളൂ, നിങ്ങൾ ടൈം എടുത്ത് ആലോചിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ 2 പ്രൊഡക്റ്റും എന്ത് ചെയ്യാണ്, കൊണ്ടുപോകാൻ സമ്മതിക്കുന്നു. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾസിൽ കൊടുത്തിട്ടുണ്ട്, ഒരു വ്യക്തി അയാൾക്ക് എന്താണ് അയാളുടെ മരുമകൾക്ക് ഒരു ഗോൾഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് അയാൾക്ക് ഒരു ബ്രേസ്ലെറ്റ് കൊടുക്കണോ അല്ലെങ്കിൽ ഒരു ചെയിൻ കൊടുക്കണോ എന്ന് കൺഫ്യൂഷൻ ആവുന്നു. അപ്പോൾ അവിടെ ഒരു ജ്വല്ലറി ഉടമ അവരോട് പറയുന്നു, നിങ്ങൾ രണ്ടും കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾക്ക് ടൈം എടുത്തിട്ട് നിങ്ങൾ ആലോചിച്ചോളൂ എന്ന് പറയുന്നു. അപ്പൊ അവിടെ അയാൾ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ 2 പ്രൊഡക്റ്റും അയാൾക്ക് പിന്നീട് എന്താണ് ടൈം എടുത്ത് അയാൾ ആലോചിച്ചപ്പോൾ ആ 2 പ്രൊഡക്റ്റ് അയാൾക്ക് ഇഷ്ടപ്പെടുകയും ആ 2 പ്രൊഡക്റ്റ് അയാൾ പർച്ചേസ് ചെയ്യുകയും ചെയ്തു. അതായത് എന്താണ് ബ്രേസ്ലെറ്റ് അയാളുടെ മരുമകൾക്ക് അയാൾ ഗിഫ്റ്റ് കൊടുക്കുകയും ചെയിൻ അയാൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിൾസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ പറയുന്നത്, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറയുന്നു. അപ്പോൾ അത് പിന്നീട് അവർക്ക് അത് തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അത് നോ എന്ന് പറയാനോ അവർക്ക് കഴിയില്ല. അപ്പൊ അങ്ങനെ നോ എന്ന് പറയുന്നത് വളരെ റയർ കേസുകളിൽ അങ്ങനെ നോ എന്ന് പറയുള്ളൂ അല്ലെ. അപ്പൊ അതാണ് ഈ പപ്പി ഡോഗ് ക്ലോസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോ എന്ന് പറയാത്ത രീതിയിൽ ആ ഒരു പ്രോസ്പെക്ട്സിനെ ആക്കി മാറ്റിയെടുക്കുക അല്ലെ. പിന്നെ അതേപോലെ തന്നെ നോ റിസ്ക് ക്ലോസ്, ഇതും നമ്മുടെ പപ്പി ഡോഗ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു സെയിൽസ് പേഴ്സൺ പ്രോസ്പെക്ട്സിനോട് പറയാണ്, നിങ്ങൾ എന്താ അഥവാ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ എന്താണ് നിങ്ങൾ തന്ന പൈസ തിരിച്ചു തരാം. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ ഈ ഒരു സെയിൽസ് പേഴ്സൺ തയ്യാറാവുകയാണ്. അപ്പോൾ എന്താണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഒരു കേസ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ചെരുപ്പ് വാങ്ങി, ആ ചെരുപ്പ് വാങ്ങുമ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ പറയാൻ നിങ്ങളിത് കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്യാഷ് തിരിച്ചു തരാം, അങ്ങനെയുള്ള ഗ്യാരണ്ടിയിൽ അവർ കൊണ്ടുപോയി. എന്നിട്ട് അയാൾ അത് യൂസ് ചെയ്തു. ഇനിയിപ്പോൾ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നീട് അയാൾ എന്ത് ചെയ്യുന്നത്, അത് തിരിച്ചു കൊടുക്കണം, മണി ബാക്ക് ചെയ്യണം. അങ്ങനെയുള്ള എന്താണ് അയാളുടെ ബിസി ടൈമിംഗ് ഒക്കെ ആലോചിച്ചിട്ട് ചിലപ്പോൾ അയാൾ അത് എന്ത് ചെയ്യില്ല, തിരിച്ചു കൊടുക്കാനും പോവില്ല അല്ലെ.
അപ്പൊ അതും എന്താണ്, അതൊരു ടെക്നിക്കാണ് അല്ലെ. അപ്പൊ നിങ്ങൾ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കോളൂ, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ക്യാഷ് ഞങ്ങൾ തിരിച്ചു നൽകാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവിടെ ക്ലോസ് ചെയ്യുക. അപ്പൊ മോസ്റ്റ് ഓഫ് ദി കേസിലും എന്താണ്, അവിടെ അവർ തിരിച്ചു കൊടുത്ത് മണി തിരിച്ചു വാങ്ങണ ഇത് കുറവായിരിക്കും. മോസ്റ്റ് ഓഫ് ദി പ്രോസ്പെക്ട്സും പിന്നീട് അത് എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ അത് ഇങ്ങനെ യൂസ് ചെയ്ത് കൊണ്ടുപോകും അല്ലെ. അപ്പൊ അതാണ് നോ റിസ്ക് ക്ലോസ്. അടുത്തത് എന്താണ്, ലോസ്റ്റ് സെയിൽസ് ക്ലോസ്. ഇപ്പോൾ ഈ ഒരു ടെക്നിക്ക് പ്രകാരം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെക്ട്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഈ ഒരു സെയിൽസ് പേഴ്സണ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുക, ഒരു അപ്പോളജൈസ് ചെയ്യുക അല്ലെങ്കിൽ ക്ഷമാപണം നടത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതെൻ്റെ കയ്യിലില്ല, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു തരൂ എന്നൊക്കെ എന്താണ് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ എന്താണ് ഭാഗത്തെ ബ്ലെയിം ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ് പല പ്രോസ്പെക്ട്സും വണ്ടറാവും അല്ലെ, അയാൾക്ക് പാവം തോന്നും ഇയാളെ കുറിച്ചിട്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, എന്താണ് തങ്ങൾക്ക് എന്താണോ ആവശ്യം, എങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണോ ആവശ്യം എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആ ഒരു പ്രോസ്പെക്ട്സ് ആ സെയിൽസ് പേഴ്സണ് കൊടുക്കും അല്ലെ. അങ്ങനെയും എന്ത് ചെയ്യാം, ആ ഒരു സെയിൽസ് അവിടെ അവസാനിക്കാം അല്ലെ. അപ്പൊ അവിടെ എന്താണ് സെയിൽസ് ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടന്നില്ല എന്ന് വരും അല്ലെ. എന്താണ് അയാളോടൊരു സഹതാപം തോന്നിയിട്ട് ആ സെയിൽസ് അവിടെ നടക്കാം, അല്ലെങ്കിൽ സെയിൽസ് നടന്നില്ല എന്ന് വരും. അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്സുകൾ എന്ത് ചെയ്യാം, ഈ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ സെല്ലർക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് പല ഈ പറഞ്ഞ ടെക്നിക്സുകളൊക്കെ ചിലപ്പോൾ നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും അല്ലെ. പല സെയിൽസ് പേഴ്സൺസും നമ്മളോട് എടുക്കുന്ന പല ടെക്നിക്സുകളാണ് അല്ലെ. ഇതിൽ 1, 2, 3 ഐറ്റംസുകൾ മാത്രമേ നമ്മൾ എന്താണ് പുതുതായിട്ട് കേട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ ടെക്നിക്സുകളും നമ്മൾക്ക് പരിചയമുള്ള ടെക്നിക്സുകളാണ് അല്ലെ. പല സെയിൽസ് പേഴ്സൺസും നമ്മളുടെ അടുത്ത് വന്ന് ഇത്തരത്തിലുള്ള ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് ക്ലോസിംഗ് ദി സെയിൽ ഈസ് നോട്ട് ദി എൻഡ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഈ പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ള ഈ ഒരു പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ പ്രോസസ്സുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ ഒരു പേഴ്സണൽ സെല്ലർ ചെയ്യേണ്ട മെയിൻ ഡ്യൂട്ടിയാണ് എന്ത്, സെല്ല് ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ ഒരു കസ്റ്റമർ ഇന്ററാക്ഷൻ കീപ്പ് ചെയ്യണം അല്ലെ. ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യണം. അതായത് ആ സെയിൽ അവിടെ ക്ലോസ് ചെയ്താലും, അപ്പൊ ക്ലോസ് ചെയ്യാൻ മീൻസ് അവിടെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാലും ഇല്ലെങ്കിലും ആ ഒരു കസ്റ്റമറുമായിട്ട് നിരന്തരം അയാൾ റിലേഷൻഷിപ്പിൽ ഏർപ്പെടണം. അതായത് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ആ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് ഡൗട്ട്സ് ആങ്സൈറ്റികളൊക്കെ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാവും. ഇത് എങ്ങനെ ഇനി പ്രവർത്തിപ്പിക്കാം, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരും, അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം അവർക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആങ്സൈറ്റി ഒക്കെ കുറക്കാൻ ഈ ഒരു റിലേഷൻഷിപ്പ് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ, പ്രോസ്പെക്ട്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിൽ. അപ്പോൾ എങ്ങനെയാണ് ഒരു ആഫ്റ്റർ ദി സെയിൽസ് നടന്നതിന് ശേഷം ഒരു കസ്റ്റമറുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ഷനിൽ ഏർപ്പെടുന്നത്, അതായത് അവരോട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലൈൻസുകൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിൽ ഹാപ്പി ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടും, അതുപോലെ തന്നെ എന്തെങ്കിലും ആഫ്റ്റർ സെയിൽസ് സർവീസസ് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടും, എന്തെങ്കിലും കസ്റ്റമർക്ക് കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പം തന്നെ പരിഹരിച്ചുകൊണ്ടും ഒക്കെ കസ്റ്റമറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇന്ററാക്ഷൻ അവിടെ കീപ്പ് ചെയ്യണം, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. നമുക്കറിയാം ഓരോ കമ്പനികളിലും ഇതിനായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് അല്ലെ. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കസ്റ്റമറുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു സെയിൽസ് പേഴ്സണെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ കുറിച്ചിട്ടും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഒക്കെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്നൊരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെങ്ങാനും ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പിന്നിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ കംപ്ലൈൻസുകൾക്കൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെയോ അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽസ് സർവീസ് ഒക്കെ ചെയ്തു കൊടുക്കാതെയോ ഒക്കെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താവും, ആ ഒരു
ഈ ഒരു വാങ്ങിയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള കസ്റ്റമർ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ മറ്റു കൊളീഗ്സ് അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവർ റെക്കമെൻഡ് ചെയ്യുകയുമില്ല. അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യും അല്ലെ. എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങരുത്, ഒരു എന്താണ് ആഫ്റ്റർ സെയിൽ സർവീസസ് അവർ ചെയ്തു തരുന്നില്ല, അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ഇമേജ് അവിടെ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കസ്റ്റമറിന്റെ ഒരു ആങ്സൈറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസ് ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കുക, അത് അവിടെ അവസാനിക്കുന്നില്ല. അവരുമായിട്ട് എന്താണ് ഒരു ഇന്ററാക്ഷൻ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ എന്താണ് അവരുടെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ വല്ല ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിശ്വസ് ചെയ്തിട്ട് അവർക്ക് അറിയിക്കുക അല്ലെ, ഹാപ്പി ഓണം അല്ലെ, ഹാപ്പി ക്രിസ്മസ് അല്ലെ, അങ്ങനെ എന്താണ് ഈദ് മുബാറക്ക്, അങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് ടൈമിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള വിഷസ് ഒക്കെ അറിയിക്കുക. അവരുടെ ബർത്ത്ഡേ ടൈമിൽ അവർക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഈ കസ്റ്റമറുമായിട്ടൊരു ഇന്ററാക്ഷൻ കീപ്പ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്താണ് ക്ലോസിംഗ് സെയിൽസ് അല്ലെ, ക്ലോസിംഗ് സെയിൽസ് എപ്പോ അല്ലെങ്കിൽ ഏത് ടൈമിലൊക്കെയാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത്, അതിന്റെ ക്ലോസിംഗ് ക്യൂസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ വിവിധ രീതിയിലുള്ള പ്രോസ്പെക്ട്സിനോട് എടുക്കേണ്ട ടെക്നിക്സുകൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലോസിംഗ് സെയിൽസ് ഈസ് നോട്ട് ദി എൻഡ്, അതുപോലെ തന്നെ ട്രയൽ ക്ലോസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിൽ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലുള്ള ഡ്യൂട്ടീസുകളാണ് ഇവിടെ നടക്കുന്നത്. അതായത് സെയിൽസ് നടക്കുക ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. അപ്പൊ നമ്മുടെ ഈ രണ്ട് ഭാഗത്തിൽ ഈ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു അല്ലെ, അതായത് സെയിൽസ് നടത്തുക ആൻഡ് ആഫ്റ്റർ ദി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, പല രീതിയിലുള്ള സെയിൽസ് റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടാണ് അടുത്ത ഒരു പാർട്ട്. ഇപ്പം നമ്മൾ ഈ പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ള പേപ്പറിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ ഒരു സെയിൽസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അത് സെയിൽസ് നടത്തുക, അതേപോലെ തന്നെ ആഫ്റ്റർ ദി സെയിൽസ് സർവീസസ് ചെയ്തു കൊടുക്കുക, ആൻഡ് ദെൻ പിന്നെ സെയിൽസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. അത് നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ.